എന്താ നടത്തത്തിന് എന്തൊരു പ്രത്യേകത? ചെരുപ്പ് അത്ര ശരിയല്ല. താരക്കുട്ടി എന്തോ കല്യാണത്തിനും കണ്ടുപോയെന്ന് പറഞ്ഞു. കല്യാണത്തില് നല്ലായിരുന്നു. ഞങ്ങളെ ആരെയും വിളിച്ചില്ല കേട്ടോ, മോശമായി പോയി. എന്നെ തന്നെ വിളിച്ചില്ല. എന്നിട്ട് കല്യാണത്തിന് എന്തായിരുന്നു സ്പെഷ്യൽ? താരക്കുട്ടി ആയിരുന്നു താരം അവിടുത്തെ കല്യാണ വീട്ടിലെ? ഞാൻ കല്യാണത്തിന് ഹോട്ടലിൽ എടുത്തു ജനിച്ചു. പിന്നെ ഒരു ഷൂട്ട് എടുത്തിന് അമ്പലത്തിൽ നിന്നെല്ലാം. എന്തൊക്കെയോ ചെയ്തു, എന്തൊക്കെയോ ഉണ്ട്. ഷൂട്ട്, അമ്പലം, പിന്നെ ഒരു ഫോട്ടോ, ഒരു വേഗമായിട്ടുള്ള ഓർമ്മയുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും സഹിക്കാൻ മേലാത്തൊരു കാര്യമായിരുന്നു. ഇപ്പോഴല്ലേ താരക്കുട്ടി എന്തിനാ ഇങ്ങനെ കരഞ്ഞത്? അത് അന്ന് സന്തോഷക്കണ്ണീരാ. എന്നാ പോലെ എല്ലാവരുടെ മനസ്സിൽ അത് ഇപ്പോഴും നിക്കുക. അതൊരു കണ്ടതിൽ വെച്ചൊരു ഭയങ്കര സർപ്രൈസ് ആയി പോയി. അതെ അതെ. അല്ല ചോദിക്കട്ടെ, അച്ഛനാന്ന് കൊണ്ടുവന്ന ദ്രോഹിയുടെ ദ്രോഹി എവിടെ? ആ ഉണ്ടക്കണ്ണൻ എവിടെ? ആ ഉണ്ടക്കണ്ണൻ എവിടെ? ഗ്രോഹിയോ എന്തോ ഗ്രഹടോ എന്തായിരുന്നു? പിള്ളേർക്ക് ടോയ്സ് മേടിച്ചു കൊടുക്കുന്നതേ ഞാൻ നിർത്തി. കാരണം ആദ്യം കാണുമ്പോഴത്തേക്കും പിന്നെ ഒരു മണിക്കൂർ കഴിയുമ്പോ അത് ആ മൂലയ്ക്ക് നമുക്ക് സങ്കടം വരും. ഇത്രയും പൈസ അത് കണ്ടെത്തി മേടിച്ചോടത്തായിരിക്കും. ആ മൂലയ്ക്ക് കിടക്കുന്നുണ്ടാവും. എന്ത് നല്ല സാധനം. ഇപ്പോഴും ഗ്രോഹുവിന്റെ അവസ്ഥ അത് തന്നെയല്ലേ? ദ്രോഹു അവിടെ ഇരുന്ന് പറയുന്നുണ്ടാവും ദ്രോഹിന്ന്. ഞാൻ എന്റെ മുകളിൽ പോയിട്ട് സിറ്റ് ഔട്ട് ഉണ്ട്. മുകളിലപ്പോ ഞാൻ സിറ്റ് ഔട്ടിന്റെ അവിടെ വെച്ചിരിക്കുകയാണ്. മുകളിൽ നിരത്തിയിട്ട് ബലൂണൊക്കെ നിരത്തിയിട്ട് അവിടെ ഞാൻ കടന്നുറങ്ങാനായിട്ട് വിചാരിച്ചിരുന്നു. ഇനിയിപ്പൊ അടുത്തെന്ത് ടോയ നോട്ടോട്ടിരിക്കണേ? ഇനി എന്തെന്ന് ദ്രോഹു ആയിരുന്നു എന്റെ ജീവിതത്തിൽ. മക്കളെ താരക്കുട്ടി ഏത് പാട്ടാ പാടുന്നേ? ഞാൻ പാടാൻ പോകുന്ന പാട്ട് മറന്നുപോയി. അമ്മയ്ക്ക് ഞാനൊരു കിലുക്കാൻ പെട്ടി. അമ്മയ്ക്കാണോ അച്ഛനാണോ കിലുക്കാൻ പെട്ടി? എല്ലാവർക്കും. ഇതിന് അമ്മയ്ക്കെന്നാണ് എഴുതി വെച്ചിരിക്കണേ. അച്ഛന് ഞാനൊരു കിലുക്കാൻ പെട്ടി. അച്ഛനോ? കുസൃതിക്കുട്ടി. ഡബിൾ ഹാപ്പിയാ. അമ്മക്കും അച്ഛനും ഞാനൊരു കിലുക്കാൻ പെട്ടി. അല്ലല്ല, അച്ഛന് ഞാനൊരു കുസൃതിക്കുട്ടി. അല്ല. എങ്കിൽ ഒന്ന് പാടിക്ക രണ്ടുപേരും. അതെ പാടിയേ കേക്കട്ടെ. അമ്മയ്ക്കു ഞാനൊരു കിലുക്കാൻ പെട്ടി. ഓക്കെ, അപ്പൊ അങ്ങനെയാണോ പാട്ട്? അമ്മയ്ക്കു ഞാനൊരു കിലുക്കാൻ പെട്ടി, അച്ഛനു ഞാനൊരു കുസൃതിക്കുട്ടി. പാട്ട് തന്നെ. ആ പാട്ടാ? പാടിക്കേ മോളെ, പാടിക്കേ. അച്ഛനു ഞാനൊരു കുസൃതിക്കുട്ടി. ആണേ. നേരത്തെ എന്താ പറഞ്ഞേ? ഞാനൊരു നല്ല അത് വേണ്ട, അങ്ങനെ ഇപ്പൊ എന്താണ് ആദ്യം പറഞ്ഞു? കുസൃതി കുട്ടിയാണ് അച്ഛനും അമ്മയും. നേരം പറഞ്ഞുതരാം. അമ്മയ്ക്കു ഞാനൊരു കുസൃതിക്കുട്ടി, അച്ഛനു ഞാനൊരു കിലുക്കാൻ പെട്ടി. ഓ, തല തിരിച്ചിട്ട് ഒരു രീതിയിൽ അച്ഛന്റെ. പക്ഷെ അമ്മയോട് ഞാൻ കുറച്ചൊരു കുസൃതി കാട്ടും, പക്ഷെ അച്ഛനോട് ഞാൻ കുസൃതി കാട്ടില്ല. അതെന്താ? കാരണം അച്ഛൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് ഭയങ്കര സന്തോഷം. കാരണം അമ്മ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണേ. നമുക്ക് ഇന്ന് രണ്ടുപേരും കൂടെ ആരെ കുട്ടിക്ക് അത് സന്തോഷം. ഇനി എത്ര ദിവസം ഉണ്ട് അച്ഛന് ലീവ്? ഒരു മാസം ഉണ്ട്. അപ്പൊ അടിച്ച് പൊളിക്ക്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.